കൂട്ടുകാരെ, എൻ്റെ പേര് അൽഫോൻസ മരിയ എസ്. ഞാൻ പാലാ ചെമ്മലമറ്റം LFH സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 2026 ഫെബ്രുവരി 27 വെള്ളിയാഴ്ച കൊച്ചേട്ടൻ്റെ കത്ത്. AC റോഡിലെ കായലും പായലും. പ്രിയ DCL കൂട്ടുകാരെ, ഞങ്ങളുടെ കാർ ചങ്ങനാശ്ശേരി പെരുന്ന കവലയിൽ നിന്നും ആലപ്പുഴ റോഡിലേക്ക് കയറി. കുറച്ചുനാൾ മുമ്പ് വരെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന AC റോഡ് യാത്രാ ക്ലേശത്തിൻ്റെ പര്യായ പദമായിരുന്നു. AC റോഡിലൂടെയുള്ള യാത്ര ഒട്ടും ഈസി അല്ലായിരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് ദുരിതപൂർണമായിരുന്ന AC റോഡ് ഇന്ന് പഴയകാല കഥകൾ മാറ്റി എഴുതി ഏറ്റവും യാത്രാ സുഖമുള്ള രാജപാതകളിൽ ഒന്നായി മാറി. ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ആകർഷകമായ കാഴ്ച ഇടതുവശം ചേർന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മനോഹരമായ AC കായലായിരുന്നു. അത് കായലല്ല എന്നും AC റോഡ് നിർമ്മാണത്തിനായി മണ്ണു മാന്തിയെടുത്തപ്പോൾ ഉണ്ടായ കനാൽ ആണെന്നും അറിയാമെങ്കിലും ഈ കനാലിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇതിനെ കായലെന്ന് വിളിക്കാമെന്ന് കരുതി. കാരണം കനാലിലെ നിറഞ്ഞ വെള്ളത്തിന് മുകളിൽ പായലും പോളയും നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ഈ പോളയും പായലും കയറി ഈ കനാൽ ഒരു പായൽ പടം പോലെ ആയല്ലോ എന്ന് സഹയാത്രികനായ വൈദിക സുഹൃത്ത് പറഞ്ഞു. പായൽ കയറി കനാലിൻ്റെ വ്യക്തിത്വം തന്നെ നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ DCL കൂട്ടുകാരോട് പറയാൻ കുറേ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു. അത് കൂട്ടുകാർക്ക് എഴുതുമ്പോൾ ശീർഷകത്തിന് ഒരു പ്രാസഭംഗി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് AC റോഡിലെ കായലും പായലും എന്ന ശീർഷകം നൽകിയത്. AC റോഡിലെ കനാൽ നിറയെ പോയലും പോളയും പായലും നിറയുന്നത് നീക്കം ചെയ്യണമെന്നും അത് പള്ളാത്തുരുത്തിയിൽ നിന്ന് 2 വഴികളിലൂടെ തുറന്നു വിടണമെന്നും ആവശ്യപ്പെട്ട് AC കനാൽ സംരക്ഷണ സമിതി നിരന്തരം സമരത്തിലാണ്. പള്ളാത്തുരുത്തിയിൽ നിന്ന് പൂക്കൈത ആറ്റിലൂടെ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്കും പുന്നമടക്കായലിലൂടെ വേമ്പനാട്ട് കായലിൽ നിന്നും എങ്ങനെ കനാൽ തീര നിവാസികളുടെ ജീവിതം സുരക്ഷിതവും ആശ്വാസകരവും ആക്കാമെന്നും നാടിൻ്റെ നന്മയ്ക്കായി യത്നിക്കുന്ന കനാൽ സംരക്ഷണ സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതോടൊപ്പം വേമ്പനാട്ട് കായലിലെ പായൽ തിന്നു തീർക്കാൻ സർക്കാർ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത നെയോകെറ്റിനെ എന്ന വണ്ടുകളെ AC കനാലിലെ പോളകളിലേക്ക് കയറ്റിവിടാനുള്ള പദ്ധതിയും ചർച്ചകളിലുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ചിന്താവിഷയം ഇതിനോട് ചേർത്ത് വായിക്കണം. റോഡ് പണിയാൻ മണ്ണെടുത്തപ്പോൾ രൂപപ്പെട്ട കനാലാണെങ്കിലും വെള്ളം നിറഞ്ഞ AC കനാൽ തീരത്ത് കൂടെയുള്ള യാത്ര പകലും രാത്രിയിലും സുന്ദരമായ ദൃശ്യവിരുന്നാണ്. പോള പൂക്കുന്ന കാലത്ത് പകൽ യാത്രക്കാർക്ക് ഈ സുന്ദര കാഴ്ച അവർണ്ണനീയം തന്നെ. എന്നാൽ പോളപ്പൂക്കൾ ചീയുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ചീറിപ്പായുന്ന യാത്രക്കാർ അറിയുന്നില്ല. ഈ കരയിലെയും സാധുക്കളായ നിവാസികളാണ് അനുഭവിക്കുന്നത്. ഇനി AC കനാൽ നമ്മുടെ വ്യക്തിത്വം തന്നെയാണെന്ന് ചിന്തിക്കുക. നല്ല തെളിനീര് നിറയുമ്പോൾ കനാൽ ഏറ്റവും പരിസ്ഥിതി സുരക്ഷിതമാകുന്നത് പോലെ മാലിന്യം കലരാത്ത വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് ശ്രേഷ്ഠ സമ്പത്താണ്. എന്നാൽ പല കുട്ടികളുടെ വ്യക്തിത്വത്തിലേക്കും പായലും പോളയും പോലെ ചില സൗഹൃദങ്ങളും അതുവഴി ചില പുതിയ സ്വഭാവങ്ങളും കടന്നു കയറുന്നുണ്ട്. ആദ്യമൊക്കെ പോളപ്പൂക്കൾ അതിൽ പലതും ആകർഷകമായി തോന്നുമെങ്കിലും പോളപ്പൂക്കൾ ചീഞ്ഞ് ദുർഗന്ധപ്പെടർന്ന് സമീപവാസികൾക്കു ജീവിതം അസഹ്യമാകുന്നത് പോലെ നമ്മിൽ പലരുടെയും സ്വഭാവവും മോശമായി മാറുന്നുണ്ട്. AC കനാലിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കാണാനേയില്ല. പോള പടർന്ന് കനാൽ പോളപ്പാടം പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അടിയിൽ വെള്ളമില്ലെന്ന് കരുതി റോഡിൽ നിന്ന് പോളയ്ക്ക് മുകളിലൂടെ നടക്കാൻ തുടങ്ങിയാലോ? കൂട്ടുകാരെ, നമ്മുടെ വ്യക്തിത്വത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ അസ്തിത്വത്തെ തന്നെ വിഴുങ്ങിക്കളയുന്ന സൗഹൃദങ്ങളും ശീലങ്ങളും നമ്മൾ നീക്കം ചെയ്യണം. കനാൽ സംരക്ഷണ സമിതി പോലെ നമ്മുടെ ചുറ്റും മാതാപിതാക്കളും ഗുരുജനങ്ങളും നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാം.
ദുശീലങ്ങളെ പാടെ നശിപ്പിക്കാൻ ശേഷിയുള്ള നല്ല മൂല്യങ്ങളുടെയും ഉറച്ച ബോധ്യങ്ങളുടെയും നെയ്യോ കെറ്റിന വണ്ടുകളെ നമ്മുടെ ഉള്ളിലേക്ക് തുറന്നുവിടാം. അപ്പോൾ നാം വീടിനും നാടിനും നന്മ ചെയ്യുന്ന നല്ല തെളിനീര് പോലുള്ള വ്യക്തിത്വങ്ങളാകും. ആശംസകളുടെ സ്വന്തം കൊച്ചേട്ടൻ.